ടാസ്ക് ഇന്ന് നെവിനും ജിഷിനും പുറത്തായിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പണിഷ്മെൻറ്റും കിട്ടി ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ജയിലിൽ കിടക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ്, ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒരേപോലെ നിൽക്കണം. അതുകൊണ്ട് ചീഫ് ക്വാളിറ്റി ഇൻസ്പെക്ടർമാരിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് സീക്രട്ട് വോട്ടെടുപ്പിലൂടെ പുറത്താക്കാം എന്ന് പറയുന്നു. എന്നിട്ടൊരു ബോക്സും കുറച്ച് ബാലറ്റ് പേപ്പേഴ്സും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീക്രട്ടായിട്ട് ഓരോരുത്തരും വന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ പുറത്താക്കേണ്ടത് അവരുടെ പേര് എഴുതിയിട്ട് ഈ ബോക്സിൽ നിക്ഷേപിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടുതൽ ആൾക്കാർ, അതായത് 6 വോട്ട് അനുമോൾക്കും 7 വോട്ട് ജിഷിനുമാണ് കിട്ടിയത്. അപ്പോൾ കൂടുതൽ വോട്ട് ജിഷിന് കിട്ടിയത് കൊണ്ട് തന്നെ ജിഷിൻ ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുകയാണ്. ഈ വോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതിൽ ഉറപ്പായിട്ടും ജിഷിനായിരിക്കും പുറത്തേക്ക് പോവുക. കാരണം ഇവിടെ ഈ ടാസ്കിൻ്റെ ബേസിലൊന്നുമല്ല, ഇവിടെ കൂടുതൽ സപ്പോർട്ടുള്ളത് അനുമോൾക്കാണ്. അതുകൊണ്ട് അനുമോൾ ഇതിൽ തുടരും, ജിഷിൻ പുറത്തു പോകുമെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ മുതൽ ആര്യൻ്റെ ഗെയിം കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബിഗ് ബോസിന് തന്നെ ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരിൽ ഒരാളെ പുറത്താക്കണം എന്നുള്ളൊരു ഒരു പുറത്താക്കാൻ ഒരു അവസരം വീട്ടുകാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അനുമോൾ ഇപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നത്, എനിക്ക് തന്നിട്ടുള്ള ക്യാരക്ടർ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അനുമോളുടെ മനസ്സിലൊരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അനുമോൾ പെരുമാറുന്നു. പക്ഷേ ടാസ്ക് ലെറ്ററിലുള്ള ക്വാളിറ്റി ഇൻസ്പെക്ടറിന് കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട്, ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അനുമോൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല, അത് ഇനിയും ചെയ്യത്തില്ല. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ടാസ്ക് ഇത്രയും കൊളാവാനായിട്ടുള്ളൊരു മെയിൻ കാരണം. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ഇവരിൽ ഒരാളെ മാറ്റാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് പോലും അനുമോൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നില്ല. അപ്പോഴും ടാസ്ക് ലെറ്റർ വായിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഈ ടാസ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അനുമോൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നീടുള്ള അനുമോളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും അങ്ങനെ ജിഷിൻ ഇതിനകത്തുനിന്ന് പുറത്തായിരിക്കുകയാണ്. അതേപോലെ തന്നെ നെവിനെയും ബിഗ് ബോസ് തന്നെ എടുത്ത് വെളിയിൽ കളയുകയാണ്. പറയുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, വീക്കിലി ടാസ്കിൽ ഏൽപ്പിക്കപ്പെട്ട സ്ഥാനത്തോടും ചുമതലകളോടും വേണ്ട ഗൗരവം കാണിക്കാതെ അലസമായി ടാസ്കിനെ സമീപിച്ച നെവിനെ ജ്യൂസ് കമ്പനി ഉടമ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ജിഷിനെയും നെവിനെയും ജയിലിലിടുകയാണ്. ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഇവർ രണ്ടുപേരും ജയിലിൽ തുടരണം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഈ ജിഷിന് പകരം ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് വേറൊരാളെ തിരഞ്ഞെടുക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസിനും സാബുമാനുമാണ് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത്. ഷാനവാസിന് പക്ഷേ 4 വോട്ടും സാബുമോൻ 5 വോട്ടും കിട്ടുന്നു. അങ്ങനെ ജിഷിന് പകരം ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് അനുമോളുടെ കൂട്ടത്തിൽ സാബുമാനാണ് വരുന്നത്. ഇവിടെ ഈ നെവിനെ പുറത്താക്കിയതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ ടാസ്കിൽ നെവിൻ അമ്പേ പരാജയമായിരുന്നു. ഈ ടാസ്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എഫേർട്ടും നെവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ടാസ്കിനെ കൊളാക്കാനായിട്ട് ഏതൊക്കെ രീതിയിൽ ശ്രമിക്കാവോ അതൊക്കെ നെവിൻ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നെവിനെ ജയിലിലിട്ടതിനോടും പുറത്താക്കിയതിനോടും ഞാൻ 100% യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് അനുമോളുടെ പെർഫോമൻസിനോട് എനിക്ക് അത്ര തൃപ്തിയല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അനുമോളുടെ മനസ്സിലുള്ളൊരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്താണോ അങ്ങനെയാണ് അനുമോൾ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗെയിമോ ടാസ്കോ മുന്നോട്ട് പോവില്ല. കാരണം വരുന്നതെല്ലാം ഓരോ കാര്യം കണ്ടുപിടിച്ചിട്ട് കുറ്റപ്പെടുത്തി റിജക്റ്റ് ചെയ്ത് കളയുക എന്നുള്ളത് വരുമ്പോൾ ടാസ്ക് മുന്നോട്ട് പോവില്ല, അതിലൊരു ഗെയിമും ഉണ്ടാവില്ല. അതിന് പകരം ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഈ ടാസ്ക് മുന്നോട്ട് പോകും. നല്ല രീതിയിൽ അവിടെ ഒരു ഗെയിം കൊണ്ടുവരാനായിട്ട് അനുമോൾക്ക് പറ്റും എന്നുള്ളതാണ്. പക്ഷേ അനുമോൾ അത് ശ്രമിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ നെവിന് പകരം ഓറഞ്ച് കമ്പനി ഉടമയായിട്ട് വേറൊരാളെ തിരഞ്ഞെടുക്കാനായിട്ട് വീട്ടുകാരോട് പറയുന്നു. അതേപോലെ വേറൊരു കമ്പനിയും കൂടെ വരുന്നുണ്ട്, മാംഗോ ജ്യൂസ് കമ്പനി. അപ്പോൾ അതിൻ്റെ ഉടമയായിട്ടും ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടെ ഷാനവാസിനെയും ആര്യനെയും തിരഞ്ഞെടുക്കുന്നു. ആര്യൻ മാംഗോ ജ്യൂസ് കമ്പനീൻ്റെ ഉടമയും ഷാനവാസ് ഓറഞ്ച് ജ്യൂസ് കമ്പനീൻ്റെ ഉടമയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മൊത്തം ലെമൺ ജ്യൂസ് അനീഷ്, ഓറഞ്ച് ജ്യൂസ് ഷാനവാസ്, മാംഗോ ജ്യൂസ് കമ്പനീൻ്റെ ഉടമ ആര്യൻ.